ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റ്സിലേക്ക് പോവാം. നാളത്തെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. 12ാം ആഴ്ചത്തെ നോമിനേഷൻ, ഇത് ഓപ്പൺ നോമിനേഷനുമല്ല, കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തിയുള്ള ക്ലോസ്ഡ് നോമിനേഷനുമല്ല, രണ്ടും കൂടി കലർത്തിയ ഒരു നോമിനേഷനാണ്. സ്പോട്ട് നോമിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പോട്ട് നോമിനേഷൻ. ബിഗ് ബോസ് പറയുന്ന സമയത്ത്, ഓരോരുത്തരുടെ പേര് വിളിക്കുന്ന സമയത്ത് അവരവിടെ നിൽക്കുന്ന സ്ഥലത്ത് ചെയ്യുന്ന ജോലികള് ഒരു തടസ്സവും വരുത്താതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ നോമിനേഷൻസ് പറയണം. ഇതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷിന്റെ പേര് വിളിക്കുമ്പോൾ അനീഷ് അപ്പം തന്നെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോൾ ആര്യന്റെ ഒപ്പം ഇരിക്കുമ്പോഴാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നാളത്തെ നോമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഫുൾ ഡേ നോമിനേഷൻ നടക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരു സ്പോട്ട് നോമിനേഷൻ പരിപാടി ഫുൾ ഡേ തന്നെ നടക്കാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി തോന്നുന്നു നെവിൻ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, അനീഷ് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പ്രോമോ കണ്ടപ്പോൾ മനസ്സിലായത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും സ്പോട്ട് നോമിനേഷൻ വലിയൊരു വഴക്കാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഫുൾ നോമിനേഷൻ ചർച്ച ചെയ്തിട്ടുള്ള വഴക്കുകളാണ് നമ്മൾ കണ്ടത്. നോമിനേഷൻ അവർ കൺഫെഷൻ റൂമിൽ പോയിരുന്ന് പറഞ്ഞ നോമിനേഷൻസ് പുറത്തു പറഞ്ഞ് അങ്ങനെയാണ് ഫൈറ്റുകൾ ഉണ്ടായത്. പ്രധാനമായിട്ടും ആദില ഷാനവാസൊക്കെ തമ്മിലുണ്ടായ ഫൈറ്റുകൾ ആ രീതിയിലുള്ള ഫൈറ്റുകളായിരുന്നു. അപ്പൊ ഈ ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന അങ്ങനത്തെ ഫൈറ്റുകളാണ്. അത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു സ്പോട്ട് നോമിനേഷൻ ഇവർക്ക് കൊടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് പ്രോമോയ്ക്ക് അത് കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.